ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. നമ്മുടെ ജപ്പാൻ യാത്രയുടെ ക്ഷീണം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്തൊരു ട്രിപ്പ് പിടിക്കുകയാണ്. കേൾക്കുമ്പോൾ ഒരാശയം എനിക്കുണ്ട് കേട്ടോ. കാരണം ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഫിക്സ് ചെയ്തൊരു ട്രിപ്പാണ് ഈ പോണ ട്രിപ്പ്. നിങ്ങൾക്ക് ആശ്ചര്യം ഉണ്ടാവില്ല, കാരണം ഞാൻ പോയി ആ സ്ഥലത്തുള്ള പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. പക്ഷെ ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം, അതായത് 13-ാം തീയതി രാത്രിയാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. സോ ജപ്പാൻ യാത്ര ക്ഷീണം തീരുന്നതിന് മുമ്പ് നമ്മൾ അടുത്തൊരു ട്രിപ്പ് പോകുന്നു. വേറെ എങ്ങോട്ടും അല്ല, കിങ് ഓഫ് കോറൽ ഐലൻഡ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലേക്കാണ് ഗൈസ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പോണമെന്ന്. പക്ഷെ പോകാൻ പറ്റിയില്ല. അതിന് പകരം നമ്മൾ വേറെ പല പല രാജ്യങ്ങളിൽ പോയി. പക്ഷെ പോകേണ്ട സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് ഉറപ്പിച്ച ഒരു മനസ്സോട് കൂടെ തന്നെയാണ് ഇപ്രാവശ്യം ലക്ഷദ്വീപിലേക്ക് നമ്മൾ പോകുന്നത്. അത് എന്നെക്കാളും കൂടുതൽ അച്ഛൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് പോണം എന്നുള്ളത്. ഇപ്പൊ സമയം 11:30. കൃത്യം 2 മണിക്ക് നമുക്ക് എഴുന്നേക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, 4:30 നമുക്ക് എയർപോർട്ട് റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് 3 മണിക്കെങ്കിലും ഇറങ്ങിയാലും നടപടിയാവില്ല. 6:30 നമ്മുടെ ഫ്ലൈറ്റ്. അവസ്ഥ മനസ്സിലായല്ലേ ഇപ്പൊ ഏകദേശം. അതുകൊണ്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂറേ എനിക്ക് വെച്ചിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. കഷ്ടമാണെങ്കിലും വേറെ നിവൃത്തിയില്ല. നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു തലേ ദിവസം. എൻ്റെ കൃത്യം ദയനീയാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നാളെ പോണേന് ഈ പോകുന്നതിന് 4 മണിക്കൂർ മുമ്പാണ് നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, വേറെ ഒന്നും പറയാനില്ല. അവിടെ പോണി ഇവിടെ പോണി എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോഴാണ് ഡ്രസ്സ് വെക്കുന്നത്. ഇനി ഒന്നും എല്ലാം ഭംഗിയായിട്ട് ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അതുപോലെ നടക്കുമെന്നാണ് എൻ്റെയും വിശ്വാസം. കഴിഞ്ഞ വ്ളോഗുകളിലെല്ലാം, കഴിഞ്ഞ നമ്മുടെ ട്രിപ്പുകളിലൊക്കെ ഇതുപോലെ തിരക്കാണെങ്കിൽ എല്ലാം ശുഭകരമായി സംഭവിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ വ്ളോഗിലൂടെ കണ്ടാണ്. അതുപോലെ തന്നെ ഈ വ്ളോഗ് നല്ലൊരു ട്രിപ്പാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷദ്വീപ് യാത്ര ഇവിടെ വെച്ച് തുടങ്ങുന്നതാണ്. എനിവേ, നല്ലൊരു യാത്രയാവുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാളായിട്ട് പോണം എന്ന് ചോദിച്ചൊരു സ്ഥലമാണ്. അത് ഇപ്രാവശ്യം സാധിച്ചു. ഈ 2025 മറ്റൊരു ആഗ്രഹം കൂടി സാധിച്ചെന്ന് പറയാം. എനിവേ, അധികം പറഞ്ഞ് ചാളാക്കുന്നൊന്നുമില്ല. നമ്മുടെ ലക്ഷദ്വീപ് യാത്ര ഇവിടെ വെച്ച് തുടങ്ങുവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ.
നമുക്ക് ചെറിയ സൈറ്റ് സീയിങ്, ജെട്ടികളും കുറച്ച് വ്യൂ പോയിന്റുകളും വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നാളെ മറ്റുള്ള പ്രോഗ്രാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇന്ന് ബീച്ചിൽ ഇറങ്ങുന്നില്ല, നാളെയാണ് ബീച്ചിൽ ഇറങ്ങുന്നതൊക്കെ. ഈ ജെട്ടി വന്നു പോയിക്കുന്ന ഇവിടെ ഉണ്ടാവും. നമ്മള് ടൈം പാസ് വേറെ ജോലി ചെയ്യും. ഇതില് പല ചെറിയ മീനുണ്ടാവും. നീരാളി ഉണ്ടല്ലേ, നീരാളി അറിയോ? അത് നമുക്ക് കൊടുക്കും. നീരാളിയാണ്. എത്ര സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം? അങ്ങനൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഒത്തും. ചിലപ്പോ ഒന്നും കിട്ടൂല. നമുക്ക് മടി പോകുന്നുണ്ട് വേറെ പണിക്കൊക്കെ, കടലിൽ പോകുന്നുണ്ട്. ബോട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് ബോട്ട് പോയില്ല. അങ്ങനെ ചൂണ്ടലിടാൻ വന്നു. കിട്ടിയിട്ടില്ല. ക്ഷമ വേണം അല്ലേ? ക്ഷമ വേണം. നമ്മൾ പള്ളി പോകുന്ന സമയത്ത് പള്ളി പോയിട്ട് വന്നിട്ട് ആദ്യം വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് നാട്ടിലെ കൊതുക് കടിച്ചിട്ട് ബ്ലഡിന് പോക്കണ്ടല്ലേ, ഇവിടെ കൊതുക് കടിക്കാനല്ലേ. കൊതുകില്ലല്ലേ? ഇല്ല, അങ്ങോട്ട് പോയാലേ ഇവിടെ ഇല്ല. ഇവിടെ ചൂണ്ടയിടുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിട്ട് പഠിക്കും. പള്ളി ബാങ്കോടത്തെ പള്ളി പോകും. പള്ളി പോയി നമസ്കാരം. ഇവിടെ അടുത്തൊക്കെ പള്ളി ഉണ്ടല്ലേ, പള്ളിയിൽ മുണ്ടുണ്ടാവും. നമുക്ക് വേറെ മുണ്ടെടുത്തിട്ട് അവിടെ പള്ളിയിൽ നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ആദ്യം വീണ്ടും വരാം. അവിടെ ഭക്ഷണം ഉണ്ടാവോ പള്ളിയിൽ? ഭക്ഷണം ഉണ്ടല്ലോ, ഭക്ഷണം വീട് നമ്മുടെ വീടിവിടെ അടുത്ത് തന്നെയാണ്. അല്ല, പള്ളിക്ക് നമ്മുടെ വീട്ടിൽ എന്തായിരിക്കും ഭക്ഷണം? ഇതൊക്കെ തന്നെ ആയിരിക്കും. മീനും ചില പച്ചക്കറി അതൊക്കെ അവിടെ നിന്ന് വരുന്നു, കേരളത്തിൽ നിന്ന്. പിന്നെ നമ്മളെ പെരപ്പുണ്ടല്ലേ, പെരപ്പ്, സാമ്പാർ, പെരപ്പ്. കളയല്ലേ? നല്ല വിഷായിരിക്കും അല്ലേ? നല്ല വിഷായിരിക്കും അല്ലേ? കട്ട് ചെയ്ത് വിടും. ചിലത് നമ്മള് അങ്ങനെ ജീവൻ പോക്കിയിട്ട് ചൂണ്ടലെടുക്കും. പുറത്തൊക്കെ ഉണ്ടായാല് കടൽപ്പാമ്പ് കൊത്തിയിട്ടുണ്ടോ? ഇല്ലല്ലേ, നിങ്ങളുടെ ചൂണ്ടല് കൊത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പൊന്തിച്ചു കട്ട് ചെയ്ത് വിട്ടേക്കും. ജീവിച്ചോട്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ഈ ചൂണ്ട ഉണ്ടാവില്ല? ചൂണ്ട ഉണ്ടാവും. പിന്നെ വെറുതെ കിട്ടിയിട്ട് പോക്കണ്ടല്ലേ, ആ ചൂണ്ട പോകും. ആ ചൂണ്ടല് വിട്ടേക്കും. ആ പാമ്പ് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ അല്ലേ?
യാത്രക്കാർക്ക് ഇതൊരു സ്വർഗം തന്നെയാണ് കേസ്. ആ രീതിയിലാണ് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വപ്നത്തിലൊക്കെ കാണില്ലേ ഒരു കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ, അവിടെ നടക്കുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ, അങ്ങനത്തെ ഒരു കുഞ്ഞു സ്ഥലം എക്സാക്ട് പറഞ്ഞ ആ കുഞ്ഞു സ്ഥലത്തെ അവർ മനോഹരമാക്കി നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നല്ല രസമാണ് കേസ്. നമ്മുടെ എന്താ പറയുക, ഒരു പണ്ടത്തെ കേരളം എന്നൊക്കെ പറയുന്നത്, പണ്ടത്തെ കേരളത്തിന്റെ ഒരു മോഡേൺ വേർഷൻ ആണ് ലക്ഷദ്വീപ്. ശരിക്കും പറഞ്ഞാൽ മിനിക്കോദ്വീപ് ലക്ഷദ്വീപ് പെട്ടല്ല, അവർ മാലദ്വീപ്കാരാണ്. അവര് വന്ന് പെട്ടതാണ്. ആൾത്താമസമുള്ള ദ്വീപ് ഏതൊക്കെയാ? ആൾത്താമസമുള്ളത് അഗത്തി, കവർത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, മിനിക്കോയ്, കിളുത്തം, ചേത്ലം, അമ്മേനി, കടമം, ആന്ത്രോത്ത്. 10 അല്ലേ? 10 ദ്വീപ്. ഈ കൽപ്പനിക്ക് എന്താ പ്രത്യേകത? പ്രത്യേകമൊന്നുമില്ല, ഇതുപോലെയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഇവിടെ ഈ ദ്വീപിലാണ്. ഏത് ഈ അകത്തിയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ആന്ത്രോത്താണ്. ആണല്ലേ? പിന്നെ അത് കഴിഞ്ഞാണ് മറ്റേ അമ്മേനി. ആന്ധ്രത്തിൽ എത്ര പേരുണ്ട്? ആന്ത്രോത്തിൽ എത്ര പേരെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. എല്ലാം കൂടെ കൂട്ടിയാലാണ് 50,000 ഞാൻ മുകളിൽ 70,000 അല്ലേ? 70,000 അടുത്ത് വരും. 70,000 അടുത്ത്. ലക്ഷദ്വീപ് ഇലക്ഷന്റെ അടുത്ത് നോക്കിയാൽ മതി. ഇവിടെ ഇലക്ഷൻ അങ്ങനെ ഒന്നുമില്ലല്ലേ? എം പി ഉണ്ടല്ലോ. ഇവിടെ അകത്തിൽ മാത്രമല്ല, പാർട്ടി കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ്. അല്ല, ഇപ്പൊ MP എവരുടെയാ? BJP-യുടെ? ഒരിക്കൽ അല്ല. ഇപ്പൊ MP BJP-യുടെ? കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP ആണ്. PM സെയ്ദ് സാഹിബിന് അറിയാൻ പായുണ്ട്. മന്ത്രിയായി പുള്ളിയുടെ മോനാണ് ഇപ്പോഴത്തെ MP. നമുക്ക് ഒരു 9:30 ഇറങ്ങാം നമുക്ക്. അപ്പൊ നമുക്ക് രാവിലത്തെ പ്രോഗ്രാം എന്താ വെച്ചാൽ നമ്മള് കുറച്ച് കയാക്കിങ് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ സ്നോർക്കലിംഗ് ഉണ്ട്. സ്നോർക്കലിംഗ് നമുക്ക് മറ്റന്നാളും ചെയ്യാം. നമ്മൾ സൺബാഗിൽ പോകുന്നുണ്ട്. സൺബാഗ് അതാണ് ഏറ്റവും ടോപ്പ് പ്ലേസ്. മാത്രമല്ല ഉച്ച വരെ നമുക്ക് ഈ കയാക്കിങ് അതുപോലെ തന്നെ ഈ സ്കൂബ ഡൈവിങ് എക്സ്ട്രാ ചാർജ് ആണ് വരുന്നത്. കയാക്കിങ് കഴിഞ്ഞവർക്കാണെങ്കിൽ കയാക്കിങ് തിരിച്ചെടുത്ത് നേരെ ഹോട്ടലിൽ എത്തിക്കാം. ഹോട്ടലിൽ എത്തിയതിന് ശേഷം ലഞ്ച് കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് ഗ്ലാസ് ബോട്ടിൽ പോകും. ഗ്ലാസ് ബോട്ടിൽ തിന്നക്കരല്ല നമ്മൾ പോകുന്നത്, കപ്പാത്തി പോകും. ഗ്ലാസ് ബോട്ടിൽ കപ്പാത്തി നമ്മൾ പോകുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ പ്രോഗ്രാം ഇൻക്ലൂഡ് ഉള്ള കയാക്കിംഗ് ആണ്. കയാക്കിംഗ് നമുക്ക് 1/2 hour 1 മണിക്കൂർ നിങ്ങളുടെ ഇതിനനുസരിച്ച് എക്സ്പ്ലോർ ചെയ്യാം. മാത്രമല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ സ്കൂബ ഡൈവിങ്.